ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി 3/4 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1.25 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എന്നെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. നല്ല എരിവുണ്ട്. പിന്നെ നിങ്ങൾ പാക്കറ്റിലാണ് എടുക്കുന്നതെങ്കിൽ 2 സ്പൂൺ വേണ്ടി വരും. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു മുഴുവനായിട്ടുള്ള ലെമൺ, ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ചെറുനാരങ്ങ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ 2 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കുറച്ചധികം മല്ലിയില. പിന്നെ വേണ്ടത് ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇല്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു. അത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് കുരുമുളക് മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതായത് പെപ്പർ ചിക്കൻ ഫ്രൈ. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാൻ ഇവിടെ ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുത്തു. 1/4 കപ്പിൻ്റെ 2 മെഷർമെൻറ്റ് കപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് കുറവ് തോന്നിയതുകൊണ്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായിപ്പോയി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എല്ലാ ഭാഗത്തും അരപ്പും കോൺഫ്ലോറിലും എത്തുന്ന രീതിയിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. അത് ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു. 1/2 ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് ഞാൻ ഉപ്പ് എടുത്തിട്ടുള്ളത്. അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇത് നന്നായിട്ട് എരിവെല്ലാം പിടിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവല്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയമുണ്ടല്ലോ, പീസെല്ലാം വളരെ ചെറുതായാൽ നല്ല പോലെ എരിവും മുളകൊക്കെ പിടിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ ഇവിടെ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നല്ല പോലെ തിളച്ചു കൊണ്ടിരിക്കുന്ന എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ചേർത്ത് കൊടുത്താൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടി മുകളിലേക്ക് വിതറി കൊടുക്കണം. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത്, ആ കാര്യം ശ്രദ്ധിക്കണം. ഒരു 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം മീഡിയം തീയിലേക്ക് മാറ്റി. ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെയാണ് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ടൈം. ആ സമയം കൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ദാ ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കറിവേപ്പിലയുടെയും പിന്നെ തൈരും പെപ്പറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഓയിലിൽ കിടന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഭയങ്കര ഫ്ലേവറാണ്. ഇതുപോലെ നിങ്ങൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇനി ചിക്കൻ കൊണ്ടുവന്നാൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റൊന്നും അല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. റംസാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ് ഈ റെസിപ്പി. തൈരൊക്കെ ചേർക്കുന്നത് തന്നെ നല്ല പോലെ സോഫ്റ്റും ജ്യൂസിയും ഒക്കെയാണ് ഈ ചിക്കൻ ഫ്രൈ. ദാ ആദ്യത്തെ ഒരു ബാച്ച് നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി ഞാൻ ഓയിൽ നിന്നും മാറ്റുന്നുണ്ട്. പെപ്പർ ചിക്കൻ നമ്മളെല്ലാവരും ഉണ്ടാക്കലുണ്ടല്ലേ. ഇനി പെപ്പർ ചിക്കൻ ഫ്രൈ അത് നമ്മൾ ഉണ്ടാക്കൽ കുറവല്ലേ. ഇനി ചിക്കൻ കൊണ്ടുവന്നാൽ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. തൂവലോട് കൂടി 200-300 ഗ്രാം ചിക്കനായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും പകുതി ചിക്കനാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അളവെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിടുന്ന സമയത്തുണ്ടല്ലോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വേണം. ആദ്യം ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മീഡിയം തീയിലേക്ക് മാറ്റിയാൽ മതി. ഇനി എരിവ് നല്ലോണം കൂടുതലും വേണ്ട ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പെപ്പർ പൗഡർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം എരിവുള്ള ചിക്കൻ ഫ്രൈ ആണ്. അതും ഞാൻ എന്നെ വീട്ടിൽ പൊടിച്ചെടുത്ത പെപ്പർ പൗഡർ ചേർത്തിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ അറബിക് മസാല ഉണ്ടല്ലോ, അതും ഞാൻ എന്നെ പൊടിച്ചെടുത്തതാണ്. ഇനി അറബിക് മസാലയുടെ റെസിപ്പി ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ ബാക്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയും ചെയ്യാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ, അത് 4 ടേബിൾ സ്പൂണും പെപ്പർ 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 5 ഏലക്ക, 5 ഗ്രാമ്പു, 2 പീസ് പട്ട, 2 തക്കോലം, 2 പീസ് ജാതിപത്രി, 1 ജാതിക്കാൻ്റെ പീസ്. ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കണം. അളവുകൾ ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ എടുത്താൽ മതി. എന്നിട്ട്
നല്ല പോലെ മീഡിയം തീയിലിട്ട് മൊരിയിച്ചെടുക്കണം. വറുത്തെടുക്കുന്ന സമയം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, പക്ഷെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ക്രിസ്പി ആവാൻ നോക്കണം. ആ രീതിയിലൊന്ന് വറുത്തെടുക്കണം. ആ സമയം നല്ലൊരു മൂത്ത മണം വരും. അതേപോലെ തന്നെ കളർ ചേഞ്ച് ആവുകയും ചെയ്യും. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. 2-3 മിനിറ്റ് മാത്രം മതി. ആ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് വറന്ന് കിട്ടും. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. പാനിൻ്റെ ചൂടിൽ അല്ലെങ്കിൽ കൂടുതൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചൂടാറിക്കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിലിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ പെപ്പർ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.